കുഴൂർ പഞ്ചായത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. ശക്തമായ മഴയും ചാലക്കുടി പുഴ കരകവിയുകയും ചെയ്തതിനെ തുടർന്ന് റോഡുകളിലേക്കും വീടുകളിലേക്കും പാടശേഖരങ്ങളിലേക്കും വെള്ളം കയറി. തോപ്പുനിറ ഭാഗത്തെ 8ഓളം വീട്ടുകാരെ കുണ്ടൂർ സ്കൂൾ ക്യാമ്പിലേക്ക് മാറ്റി. ആലമറ്റത്തെ റോഡുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. വെള്ളം ട്രാൻസ്ഫോർമറിന് സമീപം വരെ ഉയർന്ന സാഹചര്യത്തിൽ ഫ്യൂസ് ഊരിയതിനെ തുടർന്ന് പ്രദേശത്ത് ചൊവ്വാഴ്ച മുതൽ വൈദ്യുതിയും മുടങ്ങി. കുണ്ടൂർ എരവത്തൂർ സ്കൂളുകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 45ഓളം കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സന്നദ്ധ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ സേവനവും ആംബുലൻസ് സൗകര്യവും സജ്ജമാണെന്ന് കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ പറഞ്ഞു. ഇന്നലെ രാവിലെ മുതലാണ് അത്യാവശ്യം നമ്മുടെ പുഴയിൽ നിന്ന് പുഴ മുറിഞ്ഞ് റോഡുകളിലേക്കും അതുമാതിരി തന്നെ കരിക്കേട്ടി ചാല കുഴൂർ പാടശേഖരങ്ങളിലേക്ക് വെള്ളം എടുത്തിട്ടുള്ളത്. മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ ഇവിടെ വർഷത്തിൽ മഴ പെയ്ത ശേഷം പാടങ്ങൾ നിറഞ്ഞ ശേഷമാണ് ഡാമുകൾ തുറക്കാറുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ മഴ കുറവായും ഡാമിൻ്റെ പ്രദേശത്ത് മഴ കൂടുതലായപ്പോൾ സമയത്താണ് ഡാം തുറന്ന് അങ്ങനെ പുഴയിൽ നിന്നും പാടങ്ങളിലേക്ക് വെള്ളം കയറി തുടങ്ങി. പുഴകളിൽ നിന്ന് പാടങ്ങളിലേക്ക് വെള്ളം കയറുമ്പോൾ എന്താ പ്രശ്നം, പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറും. ഇപ്പോൾ നിലവിൽ വീടുകളിൽ വെള്ളം കയറിയത് 8ാം വാർഡിലെ തോപ്പുതറ ഭാഗത്താണ്. അവരൊക്കെ വിവിധ ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കും മാറിയിട്ടുണ്ട്. ഇത് കുണ്ടൂർ ക്യാമ്പാണ്. കുണ്ടൂർ ക്യാമ്പിൽ നമ്മൾ 22ഓളം കുടുംബങ്ങളുണ്ട്. ഇവിടെ 54 പേരാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. അതുപോലെ തന്നെ എരവത്തൂർ ക്യാമ്പിലും നമ്മൾ 21 കുടുംബങ്ങളുണ്ട്. അവിടെ 48 ആളുകളാണ് ഉള്ളത്. ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുമാതിരി തന്നെ വാറും തുടങ്ങിയിട്ടുണ്ട്. ഹെൽപ്പ് ഡെസ്ക്, ഹെൽപ്പ് നമ്പറുകളും എല്ലാ മെമ്പർമാരും സജീവമായി രംഗത്തുണ്ട്. അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും വില്ലേജ് ഉദ്യോഗസ്ഥരും അടക്കം വരുന്ന എല്ലാവരും തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനം, നല്ല രീതിയിലുള്ള ഏകോപനവും നടക്കുന്നുണ്ട്. ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ചെറിയ രീതിയിലുള്ള മിറ്റങ്ങളിലുള്ള വെള്ളം കയറിയുള്ള ആൾക്കാർ ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും കുഴൂർ പഞ്ചായത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.